Welcome back to Bosco Campus Vision. This is the third lecture of informatics, topic types of computers. There are different types of computers based on the principles of operation. First one, analog computers. Second one, digital computers. Third one, hybrid computers. അപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ ഓപ്പറേഷൻ്റെ ബേസിസിൽ അതിനെ ഡിവൈഡ് ചെയ്തേക്കുന്നത് എങ്ങനെയൊക്കെയാണ്? അനലോഗ് കമ്പ്യൂട്ടേഴ്സ്, ഡിജിറ്റൽ കമ്പ്യൂട്ടേഴ്സ്, ഹൈബ്രിഡ് കമ്പ്യൂട്ടേഴ്സ്. What is analog computer? It works on continuous range voltage, temperature, pressure, etc. These computers act in a predefined way to changes in the specified quantities. They operate by measuring than counting. The result given by a computer is only approximate as they deal with continuous data. അപ്പം ഈ കമ്പ്യൂട്ടേഴ്സ് വർക്ക് ചെയ്യുന്നത് പറയുന്നത് അനലോഗ് സിഗ്നൽസിൻ്റെ ബേസിലായിരിക്കും. അതായത് ആ റേഞ്ച് ഓഫ് വാല്യൂസ് എന്ന് പറയുന്നത് ഒന്നുകിൽ വോൾട്ടേജിലായിരിക്കും, അല്ലെങ്കിൽ ടെമ്പറേച്ചർ, അല്ലെങ്കിൽ പ്രഷർ ആയിരിക്കും. അനലോഗ് കമ്പ്യൂട്ടറിൻ്റെ ഒരു ഫിഗറാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അന്നത്തെ അനലോഗ് കമ്പ്യൂട്ടേഴ്സ് ഇങ്ങനെയായിരുന്നു ഇരിക്കുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ഡിജിറ്റൽ കമ്പ്യൂട്ടർ. These are primarily used in data processing and problem solving for specific programs. In digital computers, data is stored in digits. Letters, words, symbols, and complete text are digitally represented using zeros and ones. നമ്മൾ നേരത്തെ ലെക്ചേഴ്സിൻ്റെ അകത്ത് പറഞ്ഞായിരുന്നു, ഡേറ്റയെ റെപ്രസെൻറ്റ് ചെയ്യുന്ന സീറോസിൻ്റെയും വൺസിൻ്റെയും കോമ്പിനേഷനിലായിരിക്കും. അതായത് വേർഡ്സ് ആയിക്കോട്ടെ, സിമ്പിൾസ് ആയിക്കോട്ടെ, ലെറ്റേഴ്സ് ആയിക്കോട്ടെ, എന്തും നമ്മുടെ കമ്പ്യൂട്ടറിൽ അത് എടുക്കുന്നത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയായിരുന്നു? സീറോസിൻ്റെയും വൺസിൻ്റെയും, സീറോയും വണ്ണിൻ്റെയും കോമ്പിനേഷൻ മാത്രമേ ഉള്ളായിരുന്നു. നമ്മൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞായിരുന്നു. ഡിജിറ്റൽ കമ്പ്യൂട്ടേഴ്സ് കോൺസ്റ്റിറ്റ്യൂട്ട് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ്, മെമ്മറി, കൺട്രോൾ യൂണിറ്റ്സ് ആൻഡ് ALU. ഡിജിറ്റൽ കമ്പ്യൂട്ടേഴ്സിൻ്റെ അകത്തുള്ളതാണ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് ഉണ്ട്, മെമ്മറി ഉണ്ട്, കൺട്രോൾ യൂണിറ്റ്സ് ഉണ്ട്, ALU ഉണ്ട്, അതായത് അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ യൂണിറ്റ്. ഡാറ്റ ഈസ് പ്രോസസ്ഡ് വിത്ത് ലോജിക്കൽ സർക്യൂട്ട്സ്, ഓൾസോ നോൺ ആസ് ഡിജിറ്റൽ സർക്യൂട്ട്സ്. All the circuits processing data inside a computer function is a synchronized manner and they are controlled by a computer's clock. Digital computers operate at a very high speed and they can execute millions of instructions per second. Though they are of very high speed, they can perform only one calculation at one instant. While analog computer operate on continuous data, the digital computer operate on discrete data. അനലോഗ് കമ്പ്യൂട്ടറിൻ്റെ അകത്ത് കണ്ടിന്യൂസ് ഡേറ്റ ആണെങ്കിൽ ഡിജിറ്റൽ കമ്പ്യൂട്ടറിൻ്റെ അകത്ത് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ഡിസ്ക്രീറ്റ് ഡേറ്റാസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഡിജിറ്റൽ കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത് ഹൈ സ്പീഡായിരിക്കും. അതുപോലെ തന്നെ മില്യൺസ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഒറ്റ സെക്കൻഡിൽ തന്നെ എന്ത് ചെയ്യുന്നു? എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് പറ്റുന്നു. അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? വെരി ഹൈ ആയിരിക്കും. ഒരു ഡിജിറ്റൽ കമ്പ്യൂട്ടറിൻ്റെ ഫിഗറാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. Next one is hybrid computers. Hybrid computers are a mixture of analog and digital computers. It uses the best features of the both analog and digital computers. Hybrid computers എന്ന് പറയുന്നത് ഈ അനലോഗ് കമ്പ്യൂട്ടറിൻ്റെ ഡിജിറ്റൽ കമ്പ്യൂട്ടേഴ്സിൻ്റെ ഒരു മിക്സറാണ്. കാരണം ഇതിൻ്റെ രണ്ടിൻ്റെയും ബെസ്റ്റ് ഫീച്ചേഴ്സാണ് ഹൈബ്രിഡ് കമ്പ്യൂട്ടേഴ്സിൽ യൂസ് ചെയ്യുന്നത്. ദേ ക്യാൻ പ്രോസസ് ബോത്ത് കണ്ടിന്യൂസ് ആൻഡ് ഡിസ്ക്രീറ്റ് ഡേറ്റ. നമ്മൾ പറഞ്ഞ അനലോഗിൻ്റെ അകത്തും അതുപോലെ തന്നെ ഡിജിറ്റൽ കമ്പ്യൂട്ടറിൻ്റെ അകത്തും ഓപ്പറേറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന്. അതുകൊണ്ട് തന്നെ ഈ കണ്ടിന്യൂസ് ആയിട്ടുള്ളതും ഡിസ്ക്രീറ്റ് ആയിട്ടുള്ളതും ഡേറ്റാസാണ് നമ്മൾ ഹൈബ്രിഡ് കമ്പ്യൂട്ടേഴ്സിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്നത്. ഇൻ ദീസ് അനലോഗ് ടു ഡിജിറ്റൽ ആൻഡ് ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടേഴ്സ് ആർ യൂസ് ടു ട്രാൻസ്ഫോം ഡേറ്റ ഇൻ ടു സ്യൂട്ടബിൾ ഫോം. അതായത് നമുക്ക് ഡേറ്റാസിനെ ഈസി ആയിട്ട് അനലോഗിൽ നിന്ന് ഡിജിറ്റലിലോട്ടും അതുപോലെ തന്നെ ഡിജിറ്റലിൽ നിന്ന് അനലോഗിൻ്റെ അകത്ത് നമുക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. In hospital ICU, analog devices might measure a patient's temperature, blood pressure, etc. These measures are in analog. They can be converted into numbers and supplied to digital components in the system. Hybrid computers are used for specialized tasks. നമുക്കറിയാം ഹോസ്പിറ്റലിൻ്റെ ICUവിൻ്റെ അകത്ത് ഈ അനലോഗ് ഡിവൈസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ആ ഡിവൈസസിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും? അതിൻ്റെ ഡിജിറ്റൽ നമ്പർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൺവേർട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. Then types of computers are based on the purpose of computers. First one, general purpose computers. In general purpose computers, they can be used for any type of applications. And it can be used for word processing, accounting, entertainment, etc. Most of the computers we see are general purpose computers.
So what is general purpose computers? They are used for any type of applications, and also it can be used for word processing, accounting, entertainment, etc. Second one is special purpose computers. They are specifically designed to perform a specific task. They are high performing systems with specific hardware architecture. ഇപ്പോൾ സ്പെഷ്യൽ പർപ്പസ് കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത് ഡിസൈൻ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞ ഒരു സ്പെസിഫിക് ടാസ്കിന് വേണ്ടിയിട്ടാണ്. എന്തെങ്കിലും ഒരു ടാസ്കിന് വേണ്ടി മാത്രം ഡിസൈൻ ചെയ്യുന്നതാണ് സ്പെഷ്യൽ പർപ്പസ് കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത്. ദേ ആർ ഹൈ പെർഫോമിംഗ് സിസ്റ്റംസ് വിത്ത് സ്പെസിഫിക് ഹാർഡ്വെയർ ആർക്കിടെക്ചർ. അതിന് സ്പെസിഫിക് ആയിട്ടൊരു ഹാർഡ്വെയർ ആർക്കിടെക്ചർ കാണാം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഗ്രേഡ് 6, ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ആസ്ട്രോഫിസിക്സ് ആൻഡ് മോളിക്കുലർ ഡൈനാമിക്സ്. ദെൻ ഹൈഡ്ര, ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ പ്ലേയിങ് ചെസ്. Next one is server computers. Servers are used for specific purposes such as high performance numerical computing, web page hosting, database storage, online information service, printing, etc., for which large interactive screens are not necessary. At the same time, computers used as servers have high performance processors and large main memory. Database servers have big online disk storage. Print servers support several high-speed printers. Also, servers are parts of networks. Each server performs a variety of services to satisfy the needs of clients. The name of the server is based on the task it is carrying out. Thus, we have printer server, file server, email server, news group server, database server, internet server, etc. Different types of servers can exist in a network. Most common types of servers are file server, mail server, internet server, and so on. സെർവർ കമ്പ്യൂട്ടേഴ്സിൻ്റെ ഒരു ഫിഗറാണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ഒരു സെർവർ എന്ത് ചെയ്യുന്നു, കണക്ട് ചെയ്തേക്കുന്നു. നെക്സ്റ്റ് വൺ ഈസ് ക്ലയൻറ്റ് കമ്പ്യൂട്ടേഴ്സ്. എ ക്ലയൻറ്റ് ഈസ് എ പീസ് ഓഫ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ഓർ സോഫ്റ്റ്വെയർ ദാറ്റ് ആക്സസ് എ സർവീസ് മെയ്ഡ് അവൈലബിൾ ബൈ എ സെർവർ. The server is often but not always on another computer system, in which case the client accesses the service by way of a network. This is a figure of a client computer. Today's assignment question is explain different types of computers. കഴിഞ്ഞ ലെക്ചറിൻ്റെ ബാക്കിയായിട്ട് അത് എഴുതിയാൽ മതി.